നമസ്കാരം. കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു സമ്മാനം കൊടുക്കണം എന്ന ഒരാൾക്ക് ആഗ്രഹം തോന്നുന്നു. അദ്ദേഹം മോദിയുടെ ഒരു ചിത്രം മഹാഗണി തടിയിൽ, ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കൊത്തുപണികളോട് കൂടിയ ഒരു 2D 3D ചിത്രം, ഒരു ഫോട്ടോ പോലെ ഒരു ചിത്രം അത് തയ്യാറാക്കുന്നു. സമയമെടുത്ത് തയ്യാറാക്കുന്നു, അത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രധാനമന്ത്രിക്ക് അങ്ങനെയൊന്നും സമ്മാനം കൊടുക്കാൻ പറ്റില്ല എന്ന് പോലീസുകാർ പറയുന്നു. അത് കേട്ട് റജിമോൻ ഇടുക്കിയിൽ നിന്ന് വന്നയാളാണ്. 54 വയസ്സുണ്ട്. നിരാശയോടെ, വിഷമത്തോടെ, കണ്ണീരോടെ ബാരിക്കേഡിനുള്ളിലേക്ക് കയറി പോലീസ് അദ്ദേഹത്തെ അങ്ങോട്ട് കയറ്റി വിട്ടു. പക്ഷേ നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ റജിമോനെ കാത്തിരുന്നത് ഭാഗ്യം മാത്രം. പുഷ്പവൃഷ്ടികൾക്കും ജയ് വിളികൾക്കുമിടയിൽ റജിമോൻ ഈ ശില്പം, ഈ ഒരു അദ്ദേഹത്തിൻ്റെ വർക്ക് ഉയർത്തിക്കാട്ടി. ആ വർക്ക് കണ്ട മാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് വാങ്ങാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മോദിയുടെ വാഹനത്തിനൊപ്പം നടന്നു നീങ്ങിയ SPG ഉദ്യോഗസ്ഥരിൽ ഒരാളെത്തി ആ ശില്പം റജിമോൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. തൊട്ടു പിന്നാലെ അദ്ദേഹം അത് കാറിലേക്ക് നൽകി. ഇടുക്കിയിൽ പണിക്കൻകുടിയിൽ നിന്ന് എത്തിയതാണ് റജിമോനും കൂടെയുള്ള ആളുകളും. മരപ്പണിക്കാരനായ റജിമോൻ 30 ദിവസമെടുത്ത് മഹാഗണി മരത്തിൽ കൊത്തിയെടുത്തതാണ് മോദിയുടെ ഈ രൂപം പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കാൻ. ഇന്നലെ വൈകിട്ടാണ് റജിമോനും സംഘവും എറണാകുളം ആശുപത്രി ജംഗ്ഷനിലെത്തിയത്. ഒരു സഞ്ചിയിൽ മഹാഗണിയിൽ ഈ ശില്പവുമായി. അല്പം ശങ്കിച്ചു പുറത്തെടുത്തു. കൂടെയുള്ളവരാണ് പറഞ്ഞത്, പോലീസുകാരോട് ചോദിച്ചു നോക്കാം, അവർ എന്തെങ്കിലും മാർഗം പറഞ്ഞു തരും. പ്രധാനമന്ത്രിക്ക് അങ്ങനെ ശില്പം സമ്മാനിക്കാനൊന്നും പറ്റില്ല, അതിനു വേണ്ട പരിശോധനകൾ നടത്തണം, അത് അങ്ങനെ ചുമ്മാ കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പോലീസുകാർ അറിയിച്ചു. അതോടെ വിഷമിച്ച് പോയ റജിമോനെ തേടിയാണ് ഈ ഭാഗ്യമെത്തിയത്. എന്തായാലും റോഡ് ഷോയ്ക്കിടയിൽ കാണിക്കാമെന്ന് പറഞ്ഞാണ് റജിമോൻ ഇത് പൊക്കിപ്പിടിച്ചത്. 16 വയസ്സിൽ മരപ്പണി ആരംഭിച്ചതാണ് അദ്ദേഹം. വലിയ ആഗ്രഹമായിരുന്നു അത്രേ സ്വന്തം കയ്യാൽ കൊത്തിയ ഒരു ഇത്തരത്തിലൊരു ശില്പം നരേന്ദ്രമോദിക്ക് സമ്മാനിക്കണമെന്നത്. തൃശ്ശൂരിലെത്തിയപ്പോൾ കൊടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ അന്നേരത്തേക്കും അതിൻ്റെ പണി പൂർത്തിയായിരുന്നില്ല. സുരേഷ് ഗോപിയോട് പറഞ്ഞാൽ നടക്കുമെന്നൊക്കെ ചിലർ പറഞ്ഞു. സുരേഷ് ഗോപിയെ വിളിച്ചു നോക്കി, കാര്യമൊന്നും ഉണ്ടായില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തയക്കുകയും ചെയ്തു. എന്തായാലും പ്രധാനമന്ത്രി തൻ്റെ സമ്മാനം വാങ്ങിയതിൻ്റെ ആ ഒരു നിറഞ്ഞ സന്തോഷത്തിൽ കണ്ണു നിറഞ്ഞ് നിൽക്കുകയായിരുന്നു റജിമോൻ കഴിഞ്ഞ ദിവസം. ഇത്തരത്തിൽ ഒരു ഭാഗ്യം ആർക്ക് വേണമെങ്കിലും വരാം. അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല. ഒരു കൊടി ഉയർത്തി കാണിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ബാനർ പോസ്റ്റർ ഉയർത്തി കാണിക്കുന്നത് പോലെ അദ്ദേഹം അത് ഉയർത്തി കാണിച്ചു. പക്ഷേ അതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട് ആ ഒരു ശില്പത്തിൽ, ആ ഒരു വർക്കിൽ എന്ന് പ്രധാനമന്ത്രിക്ക് തോന്നുകയും അദ്ദേഹം അത് സുരക്ഷാ ഉദ്യോഗസ്ഥരോട് അത് വാങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം എത്തി, അത് വാങ്ങി. പ്രധാനമന്ത്രി അത് സ്വീകരിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിലോ എവിടെയെങ്കിലുമൊക്കെയോ ഈ റജിമോൻ കൊത്തിയ ഈ ശില്പം സ്ഥിരമായി ഇരിക്കും. കാരണം അത്ര മനോഹരമാണ് ആ ശില്പം. റജിമോൻ്റെ ഭാഗ്യം. ഇഷ്ടനേതാവായ പ്രധാനമന്ത്രിയുടെ രൂപം കൊത്തി അത് അദ്ദേഹത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായിട്ടും അതിശയകരമായ കാര്യം തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ഇടുക്കിയിൽ പണിക്കൻകുടിയിൽ നിന്ന് എത്തിയതാണ് റജിമോനും കൂടെയുള്ള ആളുകളും. മരപ്പണിക്കാരനായ റജിമോൻ 30 ദിവസമെടുത്ത് മഹാഗണി മരത്തിൽ കൊത്തിയെടുത്തതാണ് മോദിയുടെ ഈ രൂപം.